തൽക്കാലത്തേക്ക് ഇത് മതി. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് ഒരു 10,000 രൂപ കടം ചോദിക്കാന്നിരിക്കാം. അപ്പോൾ അവൻ പറയാണ് 10,000 ഇല്ല 5,000 ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പറയും തൽക്കാലത്തേക്ക് ഇത് മതി. വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ് തൽക്കാലത്തേക്ക് ഇത് മതി. ഇതെങ്ങനെയാണ് ഇംഗ്ലീഷ് പറയുക എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ തൽക്കാലത്തേക്ക് എന്ന വാക്കിൻ്റെ ഒരു ഇംഗ്ലീഷ് മീനിങ് നോക്കുകയാണെങ്കിൽ ടെമ്പററിലി നമുക്ക് ഉപയോഗിക്കാം. ടെമ്പററിലി. പക്ഷേ ടെമ്പററിലി ദിസ് ഇസ് ഇനഫ് ഒന്നും അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. കൂടുതലായിട്ട് നേറ്റീവ് സ്പീക്കേഴ്സ് ഉപയോഗിക്കുന്ന ഒരു യൂസേജ് ആണ് ഫോർ ദ ടൈം ബീങ്. ഫോർ തൽക്കാലത്തേക്കിനെ ഫോർ ദ ടൈം ബീങ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് തൽക്കാലത്തേക്ക് ഇത് മതി. ദിസ് ഈസ് ഇനഫ് ഫോർ ദ ടൈം ബീങ്. ദിസ് ഈസ് ഇനഫ് ഫോർ ദ ടൈം ബീങ്. ഇനി മറ്റൊരു രീതി കൂടി നോക്കാം. സെയിം സെൻറ്റൻസ് തന്നെ പറയാനുള്ള മറ്റൊരു രീതി നോക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫോർ ദ ടൈം ബീങ് പറയുന്നത് നമുക്ക് ഫോർ നൗ ഉപയോഗിക്കാം. അതായത് ദിസ് ഈസ് ഇനഫ് ഫോർ നൗ അങ്ങനെയും പറയാം. അപ്പോൾ ദിസ് ഈസ് ഇനഫ് ഫോർ ദ ടൈം ബീങ്, ദിസ് ഈസ് ഇനഫ് ഫോർ നൗ. അതായത് തൽക്കാലത്തേക്ക്, അതായത് മറ്റൊരു വേറെ എന്തെങ്കിലും സംഭവം ആവുന്നതിന് മുമ്പ് തൽക്കാലത്തേക്ക് അറ്റ് പ്രസൻറ്റ് അത് മതി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ പഠിക്കാൻ പറ്റും. കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടും കോഴ്സിൽ ജോയിൻ ചെയ്യാനും ബയോയിൽ ലിങ്ക് ഉണ്ട്. യു ക്യാൻ ക്ലിക്ക് ആൻഡ് ജോയിൻ us. Thank you. English House. English at your fingertips.